അങ്ങനെ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ ഞങ്ങൾ ഇറങ്ങി. നാഗസ്വാമി നായിഡു എന്നൊരു പെട്ടിക്കച്ചവടക്കാരൻ തൻ്റെ കൂട്ടുകാർക്ക് കഴിക്കാൻ വേണ്ടി ഭാര്യ ഉണ്ടാക്കിയ ബിരിയാണി ഒരിക്കൽ കൊണ്ടുപോയി കൊടുക്കുകയും കൂട്ടുകാർക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ ബിരിയാണി കഴിച്ച കൂട്ടുകാർ നാഗസ്വാമിയോട് ഒരു ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ 1957 നാഗസ്വാമി 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടൽ ആരംഭിച്ചു. തലപ്പാവ് കെട്ടുന്നത് നാഗസ്വാമിക്ക് ഒരു ശീലമായിരുന്നു. ആ തലപ്പാവിൻ്റെയും ബിരിയാണിയുടെ പ്രത്യേക രസക്കൂട്ടിൻ്റെയും കൂടിച്ചേരലാണ് തലപ്പാക്കട്ടി ബിരിയാണിയെ പ്രശസ്തമാക്കിയത്. ഒരു 20 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ബിരിയാണി കിട്ടിയിട്ടോ. ബിരിയാണിയുടെ കൂടെ ഒരു ചിക്കൻ കറിയും പിന്നെ മുട്ടയും ഉണ്ടായിരുന്നു. വാഴയിലയുടെ ഷേപ്പുള്ളൊരു പ്ലേറ്റും പിന്നെ അതിൽ വാഴയിലയും വെച്ചിട്ടാണ് ബിരിയാണി വിളമ്പിയത്. ഒരു ബിരിയാണിക്ക് 300 രൂപയാണ്. നല്ല വിശപ്പുള്ളതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. സാധാരണ തമിഴ്നാട് കാണുന്ന ബിരിയാണിയുടെ ഒരു കളറാണെങ്കിലും ഒരു പ്രത്യേക രുചി ഉണ്ടായിരുന്നു. അങ്ങനെ തലപ്പാക്കട്ടി ബിരിയാണി കിട്ടിയ സന്തോഷത്തിൽ വയറും മനസ്സും നിറച്ച് ഞങ്ങൾ ഇറങ്ങി.